നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നവരാണ്. അന്നന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും ആയുസ്സുള്ള കാലത്തോളം സുഹൃതത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് നാം വേണ്ട അധ്വാനങ്ങൾ നടത്തുന്നവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും മുൻഗാമികൾ നമുക്ക് കാട്ടിത്തന്ന നല്ല മാതൃകകളും ആരാധന കർമ്മങ്ങളുടെ വലിപ്പവും സുഹൃത കർമ്മങ്ങളെ കൊണ്ട് കർമ്മകാണ്ഡം നിറയ്ക്കുന്ന രീതികൾ കൊണ്ടും നമുക്ക് സമയം കിട്ടാറില്ല, അതിന് നേരം കിട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ജീവിതത്തിന്റെ ആകുലതകൾ, വ്യാകുലതകൾ, വേദനകൾ, യാതനകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് ഭൗതിക ലോകത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാനുള്ള പലവിധ അധ്വാനങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയാകുമ്പോ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആലോചിച്ചാൽ ബഹുമാനപ്പെട്ട ഒരു ജീവിതത്തിൽ 300 ഖത്മ ഓതി തീർത്തതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരു 300 ഖത്മ നമ്മുടെ ആയുസ് കൊണ്ട് ഒരു 10 ഖത്മെങ്കിലും ഒരു പക്ഷേ നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്ന അൽ വലിയ ഹുവൽ ആലിമു ബില്ലാഹി ഹസ്ബമാ യുംകിനു വൽ മവാദിഉ അല ത്വാഅത്ത്, അവരുടെ ജീവിതകാലം മുഴുവനും അള്ളാഹു ആദരിച്ച മഹത്തുക്കൾ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ വേണ്ടതുപോലെ അറിയുകയും പഠിക്കുകയും അതനുസരിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ സച്ചരിതരായ, നാം മാതൃകയാക്കേണ്ട മഹത്തുക്കളുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിലൂടെ നമ്മുടെ ചിന്താശകലത്തിനെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു അമലുമില്ലാത്തവരാണ് എന്നതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ തൊഴിൽ, ആരോഗ്യം, കുടുംബാന്തരീക്ഷം, ജീവിതത്തിന്റെ വ്യവഹാരം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുമ്പോൾ നിയ്യത്ത് ശരിയാണെങ്കിൽ അതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മുൻഗാമികളായ ആളുകൾ അധ്വാനിച്ച് അവർ സ്വയം നേടിയെടുത്ത പ്രതിഫലം കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഹിക്മത്തുകളാണ് അല്ലാഹു പല ആരാധന കർമ്മങ്ങളിലും പല മാസങ്ങളിലും പല ദിവസങ്ങളിലും പല സമയങ്ങളിലും നമുക്ക് കരുതി വച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വിശുദ്ധമായ റമദാൻ മാസങ്ങൾ എന്ന് വരുമ്പോൾ പ്രത്യേകമായി ഒരുങ്ങുന്നവരെ, അങ്ങനെ ഒരുങ്ങാനുള്ള കാരണം റമദാൻ ഇരട്ടി പ്രതിഫലത്തിന്റെ മാസമാണ്, ഇതുക്കും മിനന്നാറിന്റെ മാസമാണ്, റഹ്മത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്. അങ്ങനെ ആ റമദാനിലെ പ്രത്യേകമായ ആരാധന കർമ്മങ്ങൾക്കൊക്കെ പ്രത്യേകമായ പ്രതിഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും നമ്മുടെ നാടും നമ്മുടെ ഇടപഴകുന്ന മേഖലകളും ഒക്കെ അടിച്ചു വൃത്തിയാക്കി വരെ ഞാനും നിങ്ങളുമൊക്കെ റമദാനിനെ വേണ്ടതുപോലെ പരിഗണിക്കാൻ തയ്യാറാകുന്നതാണ്. റമദാനിന് വേണ്ടി ഒരു പ്രത്യേകമായ മുന്നൊരുക്കം തന്നെ നടത്തുന്നവരെയാണ്. അത് റമദാനിന്റെ മഹത്വത്തിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം, റമദാനിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നു, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നേനെ, സനതകുല്ലഹ, റമദാൻ മുഴുവനും വർഷം മുഴുവനും റമദാനായി മാറാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നേനെ എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആ റമദാനിന് മാത്രം നോമ്പെടുത്ത് ഒതുങ്ങിക്കൂടുകയും റമദാനിന് വേണ്ടിയിട്ട് മാത്രം നാം പരിഗണന നൽകുകയും ചെയ്യുമ്പോൾ റമദാൻ അല്ലാത്ത ചില സമയങ്ങൾ അള്ളാഹു പ്രത്യേകമായി ഒരു പക്ഷേ മുഫസ്സിറുകൾ അല്ലെങ്കിൽ അഹിമ്മത്ത് പറഞ്ഞ വിശുദ്ധിയുള്ള പല ദിനരാത്രങ്ങളുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ്. റമദാനിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുണ്ട്,
റമദാനിൽ റഹ്മത്തിന്റെ 10 ഉണ്ട്, റമദാനിൽ മഗ്ഫിറത്തിന്റെ 10 ഉണ്ട്, റമദാനിലെ ഒറ്റയൊറ്റയായ രാവുകൾക്ക് പ്രത്യേകതയുണ്ട്, റമദാനിന്റെ പകലുകൾക്ക് പരിശുദ്ധിയുണ്ട്, റമദാനിന്റെ ഓരോ നിമിഷങ്ങൾക്കും പരിശുദ്ധിയുണ്ട്. എന്നാൽ ഒരു വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ പഠിച്ചു നോക്കിയാൽ എവിടെയും റമദാനിലെ തൊട്ട് സത്യം ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. റമദാനിലെ ഏതെങ്കിലും ഒരു രാത്രി, റമദാനിലെ ഏതെങ്കിലും ഒരു 10, റമദാനിലെ ഏതെങ്കിലും ഒരു സമയം, ആ സമയത്തിനെ തൊട്ടിട്ട് ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തായ ഏക ഛത്രാധിപതിയായ അല്ലാഹു സത്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കാര്യം ഞാനും നിങ്ങളുമൊക്കെ സത്യം ചെയ്ത് പറയണമെങ്കിൽ ആ കാര്യം അത്ര അതീവ ഗൗരവമായതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആനിൽ. എന്നാൽ സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസങ്ങളാണ് പവിത്രമേറിയ ദിവസങ്ങൾ, മഹത്വമേറിയ രാവുകൾ, പരിശുദ്ധമായ പകലുകൾ. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ വചനപ്പൊരുളുകളിലൂടെ മുത്തുനബിയുടെ നാവിലൂടെ ഓതിത്തന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സത്യം ചെയ്യുകയാണ്. വൽ ഫജ്രി വൽ ലയാലിൽ അസ്ർ, ഒരു പ്രഭാതത്തിനെ തന്നെയാണ് സത്യം. വലയാലിൽ അസ്ർ, ആ 10 ദിനരാത്രികളെ തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയെ തന്നെയാണ് സത്യം, ഒറ്റയെ തന്നെയാണ് സത്യം. ആരാണ് സത്യം ചെയ്യുന്നത്? ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തായ ഏക ഛത്രാധിപതിയായ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന്റെ ജീവിതത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി അവതീർണമാക്കിയ വചനപ്പൊരുളുകളിൽ അല്ലാഹു പറയുകയാണ് വൽ ഫജ്ർ വൽ ലയാലിൽ അസ്ർ വശഫ്ഇ വൽ വത്ർ. അല്ലാഹു സത്യം ചെയ്യുകയാണ്, പ്രഭാതത്തിനെ സത്യം ചെയ്യുന്നു, 10 രാത്രികളെ സത്യം ചെയ്യുന്നു, ഒറ്റയായ ദിവസത്തിനെ സത്യം ചെയ്യുന്നു, ഇരട്ടയായ പകലിനെ അല്ലാഹു സത്യം ചെയ്യുന്നു. ഏതാണ് ആ ഒറ്റയായ രാത്രി? ഏതാണ് ആ ഇരട്ടയായ ദിവസം? ഏതാണ് ആ പ്രഭാതം? ഏതാണ് ആ 10 ദിവസങ്ങൾ? ആ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ റമദാൻ മാസത്തിനെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുന്നത് പോലെ ദുൽഹിജ്ജ 1 വന്നപ്പോ റമദാനിനെ പോലെ പരിഗണിച്ചിട്ട് അതിനു വേണ്ടി ഒരുങ്ങിയിട്ടോ, അല്ലെങ്കിൽ റമദാനിൽ വന്നിരുന്ന് പള്ളിയിൽ ഇബാദത്ത് ചെയ്തതുപോലെ, സ്വതക്ക കൊടുത്തതുപോലെ, ഖുർആൻ ഓതിയതുപോലെ, സൽക്രമങ്ങൾ ചെയ്തതുപോലെ എത്ര പേർ, ഞാനടക്കം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേരുണ്ട്? എന്നാൽ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിന് ദുനിയാവിലെ ദിവസങ്ങളിൽ വച്ച് ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിലെ സുഹൃത കർമ്മങ്ങൾ, അത് ഏറ്റവും നല്ല കർമ്മങ്ങൾ ഈ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്നതല്ലാതെ മറ്റൊന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖണ്ഡിതമായി പറയാണ്. റമദാൻ വന്നപ്പോ അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് കരുതി പരിഗണിച്ചവരാണ്. പ്രത്യേകതയുണ്ട് എന്നത് സത്യം തന്നെയാണ്. നമ്മൾ അതിന് കുറവാക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. മന്ദിക്കിന്റെ കിതാബ് ഓതിയ ഉസ്താദന്മാരോട് ചോദിച്ചാൽ പറയും, ആനയെ പോലെയാണ് പോത്ത് എന്ന് പറഞ്ഞാൽ ആനയുടെ പരിശുദ്ധി പോത്തിനുമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വലിപ്പമൊക്കെ പോത്തിനുണ്ട് എന്ന് അർത്ഥം, ഉണ്ടെന്നല്ലാതെ ആനയും പോത്തും ഒന്നാണെന്നതിന് അർത്ഥമില്ല.
ഒരാൾ ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ അയാൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചിട്ടൊരു വിശ്വാസി, ഞാൻ ഹജ്ജിന് പോകുന്നില്ല, ആ ക്യാഷ് ലാഭമായല്ലോ, എനിക്ക് ഉമ്മാന്റെയും വാപ്പാന്റെയും മുഖത്തേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അയാളുടെ ഹജ്ജ് കഴിവുള്ളവനാണെങ്കിൽ വീടൂലല്ലോ. എന്നതുപോലെ ഇതിനെ സമരസപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ 9 മുതൽ ഇനി ഒരു 3-4 ദിവസങ്ങൾ ബാക്കിയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, നിങ്ങളൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, നിങ്ങളൊരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു 2 പേജ് ഖുർആൻ ഓതിയാൽ, ഒരു 10 രൂപ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ അതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. ഇത് പറയുമ്പോ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ഈ 10 ദിനരാത്രങ്ങൾ എല്ലാ സുഹൃത കർമ്മങ്ങളെക്കാളും വലിപ്പമുള്ള കർമ്മങ്ങളായിരിക്കും. ആ 10 ദിവസത്തെ എല്ലാ ആരാധന കർമ്മങ്ങളും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ മുത്തുനബിയെ ചോദിക്കട്ടെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനത്തിന് വേണ്ടി പടക്കളത്തിൽ അടരാടാൻ പടച്ചട്ടയണിഞ്ഞ് എല്ലാം തുതിച്ച് കടന്നു പോകുന്ന ഒരു യുദ്ധക്കളത്തിലെ സമരഭടനുണ്ടല്ലോ. لدين الهدى في كل موطن غزوتي തരുള റൗസിക്കിളയിലുള്ള സയ്യിദും സഅദാ തലവരണേ ഇബ്നു മുആദ് കൊള്ളുതാ. പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടി പടക്കളത്തില് പടച്ചട്ടയണിഞ്ഞ പരിശുദ്ധരായ അസ്ഹാബുൽ ബദർ അടക്കമുള്ള പരിശുദ്ധരായ രണാങ്കളത്തിൽ പോരാടുന്ന, ജിഹാദ് ചെയ്യുന്ന, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന, യുദ്ധത്തിൽ പോകുന്ന സമരഭടന്മാരില്ലേ, അതും അതിനേക്കാളും മേലെയാണോ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നവനല്ലെങ്കിൽ ചെയ്യുന്ന സുഹൃത കർമ്മങ്ങൾ? യാ റസൂലല്ലാഹ്, നബിയോട് ചോദിക്കാൻ, യുദ്ധത്തിന് പോവാൻ ഭാര്യയും മക്കളെ ഒഴിവാക്കിയിട്ട് പോകുന്ന അതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടോ എന്ന് ചോദിക്കുമ്പോ റസൂൽ എന്താ മറുപടി പറയുന്നത്? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ثم لم يرجع من ذلك بشيء. അവൻ യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് അവൻ മടങ്ങി വരാതെ അവൻ ഷഹീദായി അവിടെ പിടഞ്ഞു വീണ് തന്റെ ശരീരത്തിന് വെട്ടേറ്റിട്ട് രക്തം ധാരധാരയായി ഒഴുകിയിട്ട് ആ രണാങ്കളത്തിന് പിടഞ്ഞു വീണാലൊഴികെ എന്ന് പറഞ്ഞാൽ ഒരു ഷഹീദിന് കിട്ടുന്ന പ്രതിഫലത്തിനേക്കാളേറെ പ്രതിഫലം ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഈ 1 മുതൽ ഈ 10 ദിനരാത്രങ്ങളിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കരിച്ചാൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി, നോമ്പെടുത്താൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി. പിന്നെ അവന്റെ മേലെ ഉള്ള സുഗത കർമ്മം എന്ന് പറയുന്നത് രണാങ്കളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം, ഈ ദിനരാത്രങ്ങളുടെ മഹത്വം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രത്യേകമായി കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല. റസൂലുള്ള പറഞ്ഞ രൂപത്തിൽ ധാരാളം സമയം വന്നിരുന്ന് ഇത്തികാഫിരിക്കാൻ റസൂലുള്ള പറയുന്നില്ല.
ധാരാളമായി ഖുർആൻ ഓതിക്കോ, റമദാനിലെ പോലെ ഖത്മ തീർത്തോ, ഖുർആനിന്റെ വാർഷികമാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നില്ല. ഇതൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലം ഉണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഅക്തിറു, നിങ്ങൾ അധികരിപ്പിച്ചാൽ മതി. എന്ത് അധികരിപ്പിക്കണം? ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നതിനെ നിങ്ങൾ അധികരിപ്പിച്ചാൽ മതി എന്ന് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. വളരെ നിസ്സാരമായ കാര്യം. അതിനെന്തു മതി? നമ്മൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. പെരുന്നാൾ വരുമ്പോ നമ്മൾ പള്ളിയിൽ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോ പെരുന്നാളിന്റെ സ്റ്റാറ്റസിന്റെ BGM ആയിട്ടിടുന്ന ആ തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീറിലെല്ലാം ഉണ്ട്. ആ തക്ബീറിലെല്ലാം ഉണ്ടല്ലോ. പ്രത്യേകമായിട്ട് ഇനി അതിനു വേണ്ടിയിട്ടൊരു ഹലക്ക കെട്ടേണ്ടതില്ലല്ലോ. ഈ ദിനരാത്രികൾ മുഴുവനും പള്ളിയിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, അനങ്ങുമ്പോ, ചലിക്കുമ്പോ, ഉദ്ഹിയത്തിന്റെ മൃഗത്തിനെ കാണുമ്പോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞോ അല്ലാതെയോ ഒക്കെ ഒറ്റയായിട്ടും തെറ്റയായിട്ടും ചെല്ലിയാൽ മതിയല്ലോ. ഏതാ തക്ബീർ? ഏതാ തക്ബീർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചെല്ലിക്കേ. അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ പിന്നെ എന്താ പറയല്? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ, സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. പെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമയങ്ങൾ തക്ബീർ പ്രത്യേകം സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തക്ബീർ ഉദ്ഹിയത്തിന്റെ വർഗത്തിനെ കാണുമ്പോഴും ഈ 10 ദിനരാത്രങ്ങളും ചെല്ലിയാൽ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് പെരുന്നാളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ അലമത്തിനെ, വലിപ്പത്തിനെ അത് ദൈവനാമത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ, മുസ്ലിം ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാലാവില്ല. ഇതേതെങ്കിലും സഖ്യകക്ഷികളുടെയും ഘടകകക്ഷിയുടെയും രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വകതിരിവായിട്ട് പറയല്ല. പ്രത്യേകിച്ച് തക്ബീറിന്റെ മന്ത്രധ്വനികൾ മുടങ്ങേണ്ട ഈ സമയത്ത് പ്രത്യേകമായി മുസ്ലിം വിശ്വാസികളായ നമ്മൾ കക്ഷി ചേർന്ന് സംസാരിക്കുമ്പോ അതും ശരി ഇതും ശരി എന്ന് പറയുമ്പോ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവും ദൈവവും ഒന്നല്ല എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതും അല്ലാഹു വലിയവനാണെന്ന് പറയുന്നതും ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിലാണെന്ന് പറയുന്നതും അല്ലാഹ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയുന്നതും ഒന്നല്ല എന്നതാണ്. മുസ്ലിമിന്റെ നാവിൽ നിന്ന് അല്ലാഹു എന്ന പദം അല്ലാതെ ദൈവം എന്നുള്ളൊരു പദം വരാൻ പാടില്ല എന്നതാണ് മഹാരഥന്മാരെ നമ്മൾ പഠിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനം തന്നെ നമ്മൾ പഠിച്ചാൽ മതി. എന്താ അതിന്റെ അടിസ്ഥാനം? ഈ അല്ലാഹ് എന്ന പദം വന്നത് ഇലാഹ് എന്ന് പറയുന്ന മൂലവാചകത്തിൽ നിന്നാണ്. ഈ ഇലാഹ് എന്ന് പറയുന്ന മൂലവാചകത്തിൽ നിന്ന് അല്ലാഹിനെ പ്രത്യേകമായി കടഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ? ഇലാഹിന്റെ തുടക്കത്തിൽ അലിഫ് ലാമിനെ കൊണ്ടുവന്ന് പ്രത്യേകമായി അൽ ഇലാഹായി അതിനെ മാറ്റി. അതായത് അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്ന് ലോപിച്ചുണ്ടായ അല്ലാഹു എന്ന് പറയുന്നത് ഇലാഹിലേക്ക് അലിഫ് ലാമിനെ പ്രത്യേകമായി ചേർത്ത് പറഞ്ഞപ്പോ ലോപിച്ചിട്ടുണ്ടായതാണ് അല്ലാഹു എന്നത്. അൽ ഇലാഹ് എന്നതിലെ ഈ എന്നത് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി കളയപ്പെട്ടതിന് ശേഷം സുക്കൂനുള്ള ലാമും ഹർക്കത്തുള്ള ലാമും അടുത്തടുത്ത് വന്നപ്പോൾ സുക്കൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇദ്ഖാലുൽ ഹർഫി ഫിൽ ഹർഫ്, മറ്റൊരക്ഷരത്തിലേക്ക് ഒരക്ഷരത്തിനെ ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ശേഷം ശദ്ദ് കൊടുത്തു, അപ്പോൾ അല്ലാഹു എന്നായി. അല്ലാഹു എന്നായി. അല്ലാ എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസി നിസ്കാരം ശരിയാവൂല. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പൊന്നാനി ഉസ്താദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ശരിയാവോ?
അല്ലാഹ്. എന്തിനാ അങ്ങനെ ആക്കിയെടുത്തത്? അല്ല എന്നാണ് ശരിക്കും ആവേണ്ടത്. ഒരാളുടെ അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ, ജമാലിയത്തിന്റെ, വഹദാനിയത്തിന്റെ, ഖുദ്റത്തിന്റെ, കമാലിയത്തിന്റെ സർവ്വതും സന്നിവേശിപ്പിക്കപ്പെട്ട നമ്മുടെ ഇലാഹായ അള്ളാഹുവിനെ പറയുമ്പോ വാ നിറച്ച് അകം നിറച്ച് പറയുക എന്നുള്ള അളമത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പിന്നെ അല്ലാഹ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ആ അല്ലാഹ് എങ്ങനെ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാകും? ബഹുമാനപ്പെട്ട ബൈലാവി നോക്കിയാൽ കാണാം, തഫ്സീറുൽ ജമൽ നോക്കിയാൽ കാണും അല്ല എന്നാണ് എന്നുള്ളത്. വല്ലാഹു അലമുൻ അലാ മഅബൂദി ബിൽ ഹഖ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ഒന്നിനെ പറയപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് അല്ലാഹ് എന്നുള്ളത്. വഹുവ ദാത്തുൻ മുസ്തജ്മിഅത്തുൻ ലിജമീഇ സിഫാതി കമാലിഹി. ഇലാഹിന്റെ, അള്ളാഹുവിന്റെ എല്ലാ സമ്പൂർണമായ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സത്തയാണ് അല്ലാഹ് എന്ന് പറയുന്ന പദം. എന്നാൽ ദൈവം എന്ന് പറയുന്ന പദം വൽ ഇലാഹു, ദൈവം എന്ന് പറയുന്നത് ഹുവൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും പറയും. കല്ല് മുതൽ കാരിരുമ്പ് വരെ, മുള്ളു മുതൽ മൂർഖം പാമ്പ് വരെ 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നവൻ, അതിനെയെല്ലാം ദൈവമെന്നാണ് പറയുന്നത്. ദൈവമെന്നാണ് പറയുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി എന്ന് പറയുന്നവരും ഇതിനെ ദൈവം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതാണ് ബൈദാവി തങ്ങൾ പറയുന്നത്. റൂഹുൽ മഹാനിയിൽ നോക്കിയാൽ കാണാം. അതുപോലെ ലിസാനുൽ അറബ്, അടിസ്ഥാനപരമായ അറബി ഭാഷയുടെ ഗ്രാമർ അടക്കം പറയുന്ന ലിസാനുൽ അറബ് നോക്കിയാൽ കാണാം. എന്താ പറയുന്നത്? വല്ലാഹു അലമുൻ അലൽ മഅബൂദി ബിൽ ഹഖ്. അല്ലാഹു എന്ന് പറയുന്നത് നാം അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ്. അവൻ റഹ്മാനാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അവൻ റഹീമാണെന്ന് വിശ്വസിക്കുന്നവനാണ്. ഇതെല്ലാ സിഫാത്തുകളും സമ്മേളിച്ച ഒന്ന് ഏതാണോ ആ ഒന്നിനെ പറയാൻ അല്ലാഹു എന്നതല്ലാതെ മറ്റൊരാളും ഒരാളുടെ ദൈവത്തിനെയും അല്ലാഹു എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നില്ല. എന്നാൽ വല്ലിലാഹു വൽ മഅബൂദ്, ഇലാഹെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നതിനെ മുഴുവൻ പറയുന്നതാണ്. സവാഉൻ ഉബിദ ബിഹഖിൻ അം ബിബാതിലിൻ. ഏക ഇലാഹിനെ പറ്റിയും പറയും, അല്ലാത്തിനെയും പറ്റി പറയും. അതുകൊണ്ട് അല്ലാഹ് എന്ന് പറയുന്ന പദം വിശ്വാസി അവന്റെ തുടക്കത്തിൽ, അനക്കത്തിൽ, അടക്കത്തിൽ, ചലനത്തിൽ, നിശ്ചലനത്തിൽ എല്ലാത്തിലും ഒരു വിശ്വാസം പറയേണ്ടത് ദൈവനാമത്തിൽ എന്നല്ല, ജഗദീശ്വരന്റെ നാമത്തിൽ എന്നല്ല, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയണമെന്നാണ് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ ദിവസങ്ങൾ, കുറെ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് യാത്രയായി പോയി. ഇനി നമ്മുടെ മുന്നിൽ വളരെ തുച്ഛമായ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ദിവസത്തിനെ വേണ്ടതുപോലെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അത് കഴിയുന്നത് കൊണ്ട് കേവലം നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് മാത്രമല്ല, നരകമോചിതരാകും എന്ന് മാത്രമല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഉറക്കെ ഹിദറലാഹുട്ടിയിടുന്നത് കാസ്പിയൻ സമുദ്ര മണൽത്തരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് അങ്ങകലെ ജീലാൻ എന്ന പേർഷ്യൻ പ്രവിശ്യയിൽ പിറവിയെടുത്ത ഖുതുബുൽ അഖ്താബ് മുർശിദുൽ തുല്ലാബ് മുറബ്ബിൽ മുരീദീന ആഖിദ് വൈദ് സഈദ് സാലികീൻ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. ബഹുമാനപ്പെട്ടവരും പറയാൻ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വരുന്ന ദിവസങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവിടുത്തെ ഉന്നിയത്ത് എന്ന കിതാബിൽ കാണാം, അവനക്ക് കുറെ ഗുണങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതത്തിലുള്ള കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മളിങ്ങനെ നടക്കാൻ രോഗങ്ങളാണ്, പ്രതിസന്ധികളാണ്, കച്ചവടം നടക്കുന്നില്ല, ആരോഗ്യമില്ല, ഏതെങ്കിലും ഒരു തങ്ങളെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ, ഒരു മന്ത്രവാദം നടത്തിയിരുന്നെങ്കിൽ, അതൊക്കെ ചെയ്താൽ ഖൈറ് കിട്ടുന്ന കാര്യം തന്നെ അതിന് ഇല്ല. നേർച്ചകൾ നിയത്താക്കിയിട്ട് നടക്കാൻ നമ്മുടെ കയ്യിൽ നമുക്ക് തന്നെ ആ വിഷയത്തിലൊക്കെ റാഹത്ത് കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല.
ഈ ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസം നിങ്ങൾ വേണ്ടതുപോലെ ആദരിച്ചാൽ, ശൈഖ് ജീലാനി തങ്ങളാ പറയുന്നത്. ആരാ ശൈഖ് ജീലാനി തങ്ങൾ? എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ തുണയെന്നോവർ. ബഹുമാനപ്പെട്ടവര് പറയാണ്, ദുൽഹിജ്ജ 1 മുതൽ 10 ദിനരാത്രങ്ങൾ വരെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സമയം അതിനെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ അൽ ബറകത്തു ഫീ അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറകത്ത് ചെയ്യോ. ആയുസ്സിൽ അല്ലാഹു ബറകത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 100 കൊല്ലം ജീവിക്കും എന്നത് നിങ്ങൾ മനസ്സിലാക്കരുത്. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു 45 വയസ്സ് വരെയാണ് ജീവിച്ചത്. നബവി ഇമാം 45 വയസ്സ് വരെ ജീവിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് എഴുതിയ കിതാബിന്റെ എണ്ണത്തിന്റെ പേജ് കണക്ക് കൂട്ടി നോക്കിയാൽ ആയിരക്കണക്കിന് വർഷം ജീവിച്ച ഒരു മനുഷ്യൻ ഒരു ദിവസം 100 കണക്കിന് പേജുകൾ എഴുതി തീർക്കുന്നത് തുല്യമായി 45 കൊല്ലം കൊണ്ട് കിതാബ് രചിച്ചതായി കാണാൻ കഴിയോ? നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ സമകാലികതയിൽ ജീവിച്ചുപോയ എത്രയെത്ര മഹത്തുക്കൾ, പാണക്കാട്ട അസർമുല്ലകളായ ആ പൂങ്കാവനത്തിൽ മുട്ടിട്ടുപോയ പൂക്കോയ തങ്ങളുടെ പൊന്നോമനകൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരാലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ എത്രയെത്ര സാദാത്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അവര് കുറഞ്ഞ കാലം ജീവിച്ചു. അവരുടെ സമൂഹത്തിന് വാർത്തെടുത്തു. ഈ നാടിന്റെ ഐക്യത്തെ അവര് നിലനിർത്തി. പാവപ്പെട്ടവന്റെ പട്ടിണി അകറ്റി സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്നവരായി അവര് മാറി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന ഒരു കാലഘട്ടത്തിലെ പാണ്ഡിത്യത്തിന്റെ അതികായകനായ മഹാത്മാവിനെ നിങ്ങൾക്കറിയില്ലയോ? അവരിവിടെ ജീവിച്ചു, കുറഞ്ഞ കാലം ജീവിച്ചു. 200 വർഷം അവര് ജീവിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ നാട്ടിലെ പരിശുദ്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നാം ഒക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ചടുലമായി അഹ്ലുൽ സുന്നയുടെ പാതയത്തിൽ കൊണ്ടു നടക്കുന്നത് അവരുടെ വഫാത്തിന് ശേഷവും അവര് നടന്നുപോയ നാൾവഴികളിലൂടെയാണ്. ഇവർ വഫാത്തായി പോയവരാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളില്ലേ? കാലം കണ്ട മഹാമനീഷ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പോലെ ആയിരങ്ങൾക്ക് കാണിയായി 10000ങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അന്നുഖ്തതു മിനദ് ദായിറ കേന്ദ്രബിന്ദുവായി മാറിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, അങ്ങനെ ഇരു സമസ്തകളുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ KP അബൂബക്കർ ഹസ്രത്തിനെ പോലെയുള്ള നേതൃത്വങ്ങൾ, മൗലാന നജീബ് ഉസ്താദിനെ പോലെയുള്ള നേതൃത്വങ്ങൾ അവര് കുറഞ്ഞ കാലം ജീവിച്ചു. ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ്, പടുകൂറ്റൻ നേതൃത്വങ്ങളാണ്, സമൂഹത്തിന്റെ ഉദ്ധാരണ പ്രവർത്തനങ്ങളിലാണ്, ജീവിതത്തിന്റെ വലിപ്പങ്ങളിലാണ്. അവരെ കൊണ്ട് ഒരുപാട് അനാഥ മക്കൾക്ക് സനാതത്വം ഉണ്ടാകുകയാണ്. ഒരുപാട് പള്ളികൾ അവര് നിർമ്മിക്കുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ അവര് നിർമ്മിക്കുകയാണ്. ആയിരങ്ങളെ അവര് കടഞ്ഞെടുത്തിട്ട് കുടകീഴിലായിട്ട് പരിശുദ്ധമായ ദീനിന്റെ അഷ്ടദിക്കിൽ അവര് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലോ അവരുടെ ഹയാത്തുള്ള കാലത്തിലും അവരുടെ മമാത്തിന്റെ സമയത്തോ വാർദ്ധക്യത്തിന്റെ നടുത്തളത്തിലേക്ക് രോഗം തളർത്തുമ്പോഴോ സുൽത്താനുൽ ഉലമയെ പോലെയുള്ളവർ മുന്നേറുകയാണ്. യുവാവിന്റെ പ്രസരിപ്പിലൂടെ ശംസുൽ ഉലമ ഖബറിൽ കിടന്നിട്ട് നിയന്ത്രിക്കുകയാണ്. പാണക്കാട്ട സാദാത്യങ്ങള് ഖബറിൽ കിടന്നിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന മുത്തുകൾ അവർ നേതൃത്വം വഹിച്ചിട്ടും സമുദായത്തെ നയിക്കുകയാണ്. അവര് ജീവിച്ചത് എത്ര കൊല്ലാണ്?
60 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും, 70 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും, 35 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും, 40 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ വയസ്സ് ചോദിച്ചാൽ 60 പേരുള്ളവരുണ്ടാകും, 65 വയസ്സുള്ളവരുണ്ടാകും, 70 വയസ്സുള്ളവരുണ്ടാകും. നിങ്ങളുടെ ഈ ആയുസ്സിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു വീട് പോലും കടമില്ലാതെ വിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ദുൽഹിജ്ജ മാസത്തിനെ പരിഗണിച്ചാൽ ഇതുപോലെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉസ്താദ് നൂറുൽ ഉലമ അടക്കമുള്ളവരുടെ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല. അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. രണ്ടാമത്തെ ഗുണം എന്താണ്? വസിയാദതു ഫിൽ മാൽ. സ്ഥലക്കച്ചവടം നടക്കാൻ, നിർമ്മിച്ചിട്ടിരിക്കുന്ന വീട് വിറ്റുപോകാൻ, തൊഴിലിൽ വർധനവുണ്ടാകാൻ, ശമ്പളത്തിന് വർധനവ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഓട്ടപ്പാച്ചിലാണ്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. ശൈഖ് ജീലാനി തങ്ങളാ പറയുന്നത്. വൽഹിഫ്ദു ഫിൽ റിയാൽ. കുടുംബത്തിന് സംരക്ഷണം ഉണ്ടാകും. കണ്ണേറ്, നാവേറ്, ശൈത്താനിയത്ത്, ഇടങ്ങേറ്, നേർച്ചകള്